മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 2 സെഗ്മെന്റുകളായി ആറ്റത്തെ കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ആറ്റം എന്ന ഒരു കോൺസെപ്റ്റ് രൂപപ്പെട്ട 18ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ റൂദർഫോർഡ് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു ആറ്റം മോഡല് സജസ്റ്റ് ചെയ്തെന്നും അതിനുശേഷം അടുത്ത മോഡലിലേക്ക് എത്തുന്നതിന് മുൻപ് സയൻസിന്റെ ലോകത്തുണ്ടായ കുറേയേറെ ഡെവലപ്മെന്റ്സ് നമ്മൾ കണ്ടു. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള മറ്റൊരു പേരായിരിക്കണം നീൽസ് ബോർ. ബോർ തിയറിയൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. മൂന്നാമത് ഒരു മോഡൽ, 4 മോഡലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ വളരെ റീസണബിൾ ആയ മൂന്നാമത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് ബോർസ് തിയറി അല്ലെ ബോർസ് ആറ്റം മോഡലാണ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് നീൽസ് ബോർ ആണ്. നിങ്ങൾ ആ കാര്യം ഒന്ന് കാണാൻ ഒരു ഫോട്ടോ കിട്ടുന്നേ ഉള്ളൂ. ബോറിന്റെ ആറ്റം മോഡൽ, നീൽസ് ബോറിന്റെ ആറ്റം ബോർ തിയറി എന്നൊക്കെ പറയാറുണ്ട്. ബോർസ് ആറ്റം മോഡൽ ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ഒക്കെ ചോദിക്കുന്നത് വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ്, പോസ്റ്റുലേറ്റ്സ് സജഷൻസ് ആർഗ്യുമെന്റ്സ് എന്നൊക്കെ അർത്ഥമുള്ളൂ. പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ തിയറി, അതിന്റെ ആർഗ്യുമെന്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധയോടെ ഇരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഇത്. ആറ്റം, അദ്ദേഹം പറഞ്ഞു, ആറ്റം ഹാസ് ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്സ്. ഈ എനർജി സ്റ്റേറ്റ്സ് ആണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്ന് നിങ്ങൾ പഠിച്ചേക്കുന്നത്. ക്യാപിറ്റൽ K, L, M, N ഒക്കെ ഷെൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ഓർബിറ്റുകൾ എന്നാണ് നിങ്ങൾ പഠിച്ചേക്കുന്നത്. ഈ ഓർബിറ്റ് എന്ന് പറയുന്നത് എനർജി സ്റ്റേറ്റ്സ്. ഈ എനർജി സ്റ്റേറ്റ്സിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. പലചരക്കല്ല, സ്റ്റേഷനറി മീൻസ് നിശ്ചലം കേട്ടോ, സ്റ്റിൽ എന്നർത്ഥം, നിശ്ചലാവസ്ഥ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിതാണ്. ഒന്ന് വളരെ ഞാൻ സെന്റൻസ് വായിച്ചതേ ഉള്ളൂ, സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ ഓൾ ആറ്റം ഹാവ് ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്സ്. ഈ എനർജി ആറ്റം ഹാവ് ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്സ് കോൾഡ് ഓർബിറ്റ് ഓർ ഷെൽ. ഈ ഷെല്ലിനെ നമ്മൾ n പ്രാവശ്യം കണ്ടു. n ഈക്വൽ ടു, നമ്മൾ പിന്നീട് കാണാൻ ഡീറ്റെയിലായിട്ട്, n ഈക്വൽ ടു 1 എന്ന് പറയുമ്പോഴാണ് K ഷെൽ, n ഈക്വൽ ടു 2 ആകുമ്പോഴാണ് L ഷെൽ, n ഈക്വൽ ടു 3 ആകുമ്പോഴാണ് M ഷെൽ. അങ്ങനെ പോകും. അപ്പോൾ n അങ്ങനെ ഡിഫറൻ്റ് ആയ വാല്യൂസ് പറ്റുമെന്ന് ചുരുക്കി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. എല്ലാ ആറ്റങ്ങൾക്കും ഡിഫറൻ്റ് എനർജി സ്റ്റേറ്റ്, നമ്മൾ പറഞ്ഞ ഓർബിറ്റ്, ഓരോ ഭ്രമണപഥം, ആ ഓരോ ഭ്രമണപഥത്തിനും ഒരു നിശ്ചിത എനർജി ഉണ്ടെന്ന്, എനർജി സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ എനർജി സ്റ്റേറ്റ്സിനെയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. 2, as long as an electron revolves through an orbit, it will not lose or gain energy. എന്താ പറഞ്ഞതിന് അർത്ഥം? ഒരു ഇലക്ട്രോൺ ഒരു നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരുന്നാൽ ഇറ്റ് വിൽ നോട്ട് ലൂസ് ഓർ ഗെയിൻ എനർജി. അപ്പോൾ റൂദർഫോർഡിന് പറ്റാത്തത് ഇവിടെ ബോറിന് പറ്റി. റൂദർഫോർഡിന് ഈ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇവിടെ ബോർ പറയുന്നു ഈ ഓർബിറ്റ് ഒരു ട്രാജക്ടറിയാണ്, ഒരു ഭ്രമണപഥം, നമ്മുടെ ഇലക്ട്രിക് ട്രെയിൻ ഓടുന്നത് പോലെ. അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇലക്ട്രിക് ലൈനിലേക്ക് ട്രെയിൻ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഇലക്ട്രിസിറ്റി കൊടുത്താൽ അത് പൊക്കോണ്ടേയിരിക്കും, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ അവിടെ നിൽക്കും. സോ ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺ റിവോൾവ് ത്രൂ ആൻ ഓർബിറ്റ് ഇറ്റ് വിൽ നോട്ട് ലൂസ് ഓർ ഗെയിൻ എനർജി. 3, ദി ആംഗുലാർ മൊമെന്റം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചേക്കുന്ന ഒരു ടേമാണ് മൊമെന്റം. എന്താ മൊമെന്റം? മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി നമ്മൾ പറയുന്ന ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നതും ഒരു സർക്കുലർ ട്രാക്കിലാണ്. അപ്പം മാസ് ഉണ്ട്, അതിന് വെലോസിറ്റി ഉണ്ട്, അതുകൂടാതെ ന്യൂക്ലിയസും ഈ സർക്കിളുമായി മേക്ക് ചെയ്യുന്ന റേഡിയസ് ഉണ്ട്. അങ്ങനെ റേഡിയസും കൂടി കൂടുമ്പോഴുള്ള മൊമെന്റത്തിന് പറയുന്നത് ആംഗുലാർ മൊമെന്റം. മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്, MV. ദി ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് h/2π. അതേ h ഒരു മൾട്ടിപ്പിൾ ഓഫ് ആൻ ഇന്റീജർ, നമ്മൾ മുമ്പ് കണ്ട n തന്നെയാണ്, h/2π ആയിരിക്കും. അല്ലെങ്കിൽ MVR ഈക്വൽ ടു NH/2π. ഓർത്തിരിക്കണം. അദ്ദേഹത്തിന് മൂന്നാമത്തെ ആർഗ്യുമെന്റ് ഇതാണ്. ഓരോ ഇലക്ട്രോണിന്റെയും ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്
nh/2π എന്ന് വെച്ചാൽ ആ ആംഗുലർ മൊമെന്റം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാന ഫാക്ടർ ആരാണ്? n. ഏത് ഓർബിറ്റിലാണോ അതിന് ആനുപാതികമായി. എന്നിന്റെ വാല്യൂ കൂടും തോറും എനർജി കൂടും. അതെന്ന് വെച്ചാൽ ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും എന്നിന്റെ വാല്യൂ കൂടും. അപ്പം എനർജി കൂടിയ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകന്നുകൊണ്ടേ ഇരിക്കുന്നു. അടുത്തത്, എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ് only when an electron jump from one orbit to the other. പിന്നെ എപ്പോഴാണ് ഒരു ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്? when it jumps from one orbit to the other. നമ്മൾ ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം പഠിപ്പിച്ചപ്പോൾ അത് കണ്ടായിരുന്നല്ലോ. എനർജി അബ്സോർബ് ചെയ്തപ്പോൾ ഹൈഡ്രജൻ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്നും മുകളിലോട്ട് പോയി. അവിടുന്ന് എനർജി എമിറ്റ് ചെയ്തപ്പോൾ റേഡിയേഷനായി സ്പെക്ട്രമായി പുറത്തോട്ട് പോയപ്പോൾ അത് ലോവർ എനർജി ലെവലിലോട്ട് വന്നു. അപ്പം എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഓൺലി വെൻ ആൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം വൺ ഓർബിറ്റ് ടു ദി അതർ. ലാസ്റ്റ് ആർഗ്യുമെന്റ്, ദി എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ് ഓർ അബ്സോർബ്. എന്തോരം എനർജി അബ്സോർബ് ചെയ്തു അല്ലെ എമിറ്റ് ചെയ്തു എന്ന് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ ഇ. ഡെൽറ്റ മീൻസ് ചേഞ്ച് ആണ്. E2 മൈനസ് E1. E2 എന്താണ്? ഹയർ എനർജി ലെവലിൽ നിന്നും ലോവർ എനർജി ലെവൽ കുറച്ചാൽ ഡെൽറ്റ ഇ കിട്ടും. ദാറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ് ഓർ അബ്സോർബ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ തിയറി, അല്ലെങ്കിൽ ബോർ ആറ്റം മോഡലിന്റെ പ്രധാന ആർഗ്യുമെന്റ്സ്, ഫീച്ചേഴ്സ്. ഒന്നുകൂടി ഞാനതൊന്ന് പറയാം, സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ. ഒന്ന്, ആറ്റംസ് have different energy states called orbit or shell. 2, an electron will not lose or gain energy so long as it revolves on a particular orbit. 3, the angular momentum mvr of an electron will be always given by nh/2π. അടുത്ത 4, an electron can emit or absorb energy when it jumps from one orbit to the other. The amount of energy emitted or absorbed is calculated by delta E. It is calculated from E2 minus E1. ഇത്രയും ആർഗ്യുമെന്റ്സ് ചേരുന്നതാണ് ബോർസ് ആറ്റം മോഡൽ അല്ലെങ്കിൽ ആറ്റം തിയറി. എന്താണ് ബോറിന്റെ ആറ്റം മോഡലിന്റെ? ഇന്നത്തെ ക്ലാസ്സിൽ ഈ ആറ്റം മോഡൽ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്താണ് ബോറിന്റെ ആറ്റം മോഡലിന്റെ മെറിറ്റ്സ്? നമുക്കിതിന്റെ ഡിമെറിറ്റ്സ് കൂടി പഠിക്കാനുണ്ട്. മെറിറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1, കാരണം റൂദർഫോർഡിന് പറ്റാത്ത പലതും ഇവിടെ പറ്റി. 1, ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം, അല്ലേ? റൂദർഫോർഡ് പറഞ്ഞപ്പോൾ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കും, എനർജി പോകണം, അപ്പം സ്റ്റേബിൾ അല്ല. ബോർ പറഞ്ഞു, ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇലക്ട്രോണിന് എനർജി നഷ്ടപ്പെടുകയോ നേടുകയോ ഇല്ല എന്ന് പറഞ്ഞിടത്ത് ഹി കുഡ് വെരി വെൽ എസ്റ്റാബ്ലിഷ് ദ സ്റ്റെബിലിറ്റി. അതാ ഒന്നാമത്തെ ആർഗ്യുമെന്റ്. 2, ഹി കുഡ് എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ലൈൻ സ്പെക്ട്രം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ബോറിന് പറ്റുന്നുണ്ട്. കാരണം ബോർ പറഞ്ഞു ഒരു ആറ്റത്തിന് ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈഡ്രജന് ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്സിലോട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോഴാണ് ഏത് എനർജി ലെവലിൽ നിന്നാണോ വരുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് 5 ഡിസ്റ്റിങ്ക്ട് ലൈൻ സ്പെക്ട്ര കിട്ടുന്നത്. സോ ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. 3, ഇറ്റ് ഹെൽപ് ടു കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ. നമ്മൾ പറഞ്ഞു ഡെൽറ്റ ഇ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. 3, ബോർ derived an equation to calculate the energy of an electron in a given orbit of hydrogen. ഈ ഇക്വേഷൻ കൂടി എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. En, ഏത് ലെവലിലുള്ള ഇലക്ട്രോണിന്റെയും എനർജി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. മൈനസ്, ശ്രദ്ധിക്കണം, മൈനസ് ഉണ്ട്. -2π² me⁴ ഡിവൈഡഡ് ബൈ n²h². ഇതാണ് ഇക്വേഷൻ. m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. E എന്ന് പറഞ്ഞാൽ അതിന്റെ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. n നമ്പർ ഓഫ് ദി ഓർബിറ്റ് ആണ്. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പം നോക്കുക, ബോറിന്റെ ആറ്റം മോഡലിന്റെ പ്രധാനപ്പെട്ട മെറിറ്റുകൾ 4. 1, സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. 2, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. 3, എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. 4, ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ മുമ്പ് കണ്ട ഇക്വേഷനിലെ
നമ്മൾ പറഞ്ഞു എം മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്, ഈ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ നമുക്കറിയാം, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഉണ്ട്, പൈയുടെ വാല്യൂ നമുക്കറിയാം. ഈ ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് എഴുതിയ ഇക്വേഷൻ ഇങ്ങനെയാകും: En ഈക്വൽ ടു -2.18 × 10⁻⁻18 n² ജൂൾസ് പെർ ആറ്റം എന്നാണ്. ഇത് ഒന്നോടെ നോക്കിക്കേ. En ഈക്വൽ ടു -2.18 × 10⁻⁻18 ഡിവൈഡഡ് ബൈ n² കേട്ടോ, ഡിവൈഡഡ് ബൈ n² ജൂൾസ് പെർ ആറ്റം. ജൂൾസ് പെർ ആറ്റം, n² അല്ല, n² ആ ഇക്വേഷൻ ഉള്ള എന്നിന് വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. ഇനി ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ചുമ്മാ നിങ്ങളുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കുസൃതി നമുക്ക് തോന്നേണ്ടതാണ്. അപ്പോൾ ഹൈഡ്രജന്റെ അല്ല ഏത് ആറ്റത്തിന്റെയും ഏതിന്റെ ഇലക്ട്രോണിന്റെയും ഏത് ലെവലിലെയും എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് എത്രയാവും? മൈനസ് വാല്യൂ അല്ലേ? അതാണ് ഈ മൈനസ് വാല്യൂ വരാൻ കാരണം. ചുമ്മാ ഞാൻ പറഞ്ഞു നിങ്ങൾ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂമ്പോൾ എന്ന് അറിഞ്ഞിരിക്കാൻ. എന്താണ് അതിന് കാരണം? ഈ ഇക്വേഷനിലേക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. നോക്കിക്കേ, ഈ ഇക്വേഷനിൽ ഏതൊക്കെയാണ്? പൈക്ക് വാല്യൂ ഉണ്ട്, എമ്മിന് വാല്യൂ ഉണ്ട്. ഈ പെട്ടെന്ന് ചിലർ ഓർക്കും ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആകുന്നതുകൊണ്ടാണ്. അല്ല, n² h² അല്ലേ, എച്ചിന്റെ വാല്യൂ ഒക്കെ ഉണ്ട്. ഈ ഇക്വേഷനിൽ എന്തുകൊണ്ടാണ് മൈനസ് വരാൻ കാരണം? അതിന് കാരണം ശ്രദ്ധിക്കണേ, ഈ ഇക്വേഷനിൽ ഡിവൈഡഡ് ബൈ n² ഉണ്ട്. എന്നിന്റെ വാല്യൂ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ആദ്യത്തെ ലെവൽ n ഈക്വൽ ടു 1 ആണ്. ശ്രദ്ധ എവിടെ ഇരിക്കണം? 2 n ഈക്വൽ ടു 2. അങ്ങനെ അകന്നകന്നകന്ന് ഇലക്ട്രോൺ പോകുമ്പോൾ ഏറ്റവും എവിടെ വരെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്? അപ് ടു ഇൻഫിനിറ്റിയാണ് അല്ലേ? അപ്പം ഡിനോമിനേറ്ററിൽ എന്നിന് കൊടുക്കാവുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റി സ്ക്വയർ ഇൻറ്റു h² എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ഇൻറ്റു എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ സംതിങ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് വരും. അതായത് ഒരു ഇലക്ട്രോൺ എനർജി ഏറ്റവും കൂടി മാക്സിമം പോയേക്കാവുന്ന പരിധി എവിടെയാണ്? ഇൻഫിനിറ്റിയാണ്. ഇൻഫിനിറ്റിയിൽ എത്തി നിൽക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ എനർജി നീ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റിയാണ്. എനിത്തിങ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഈക്വൽ ടു എത്രയാണ്? 0 ആണ്. എനിത്തിങ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മാങ്ങ എടുത്തിട്ട് നീ ഇൻഫിനിറ്റ് ആയിട്ട് മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാക്കി പിന്നെയും ചെറുതാക്കി ഇൻഫിനിറ്റ് എന്നാൽ നമുക്ക് അനന്തമായിട്ട് മുറിച്ചാൽ പിന്നെ സാധനം ഉണ്ടോ? ഇല്ല. അതതിൻ്റെ അർത്ഥം. അപ്പൊ എനിത്തിങ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി തിയററ്റിക്കലി എത്രയാണ്? 0 ആണ്. ഇനി തിരിച്ചു പോവാം. അപ്പം ഏറ്റവും എനർജി കൂടിയ ഒരു ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എത്രയേ കിട്ടുള്ളൂ? 0 ആണ്. നമ്മൾ പറയുന്ന ഇലക്ട്രോൺ ഇൻഫിനിറ്റിയിലാണോ അതിന് മുമ്പാണോ? എപ്പോഴും ഇൻഫിനിറ്റി അങ്ങേയറ്റമാണ്. നമുക്ക് അറിയാൻ പാടില്ല എവിടെയാണ്. ഇൻഫിനിറ്റിക്ക് അകത്ത് നിൽക്കുന്ന ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിന്റെ എനർജി ഏറ്റവും മാക്സിമം ഉള്ളതിനേക്കാൾ കുറവായിരിക്കുകയല്ലേ? നിങ്ങൾക്ക് എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഞാൻ ഒരു യുക്തി പറഞ്ഞതേ ഉള്ളൂ അല്ലേ? അകന്നകന്ന് അങ്ങേയറ്റം പോയാൽ കിട്ടുന്ന വാല്യൂ 0. നമ്മൾ എടുക്കുന്ന ഏത് ഇലക്ട്രോണും ഈ ഇൻഫിനിറ്റി വരെ ഒന്നും പോവുകയില്ല. അപ്പൊ എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റിയേക്കാൾ കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഏറ്റവും മാക്സിമം 0 ആണെങ്കിൽ പിന്നെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 0യേക്കാൾ കുറവാകണ്ടേ? അപ്പൊ 0യേക്കാൾ കുറയുക എന്ന് പറഞ്ഞാൽ വാല്യൂ എന്ത് തന്നെ വരണം? മൈനസ് വരണം. ആ മാത്തമാറ്റിക്കൽ യുക്തിയിൽ നിന്നാണ് ബോർ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ ഈ മൈനസ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത്. കിട്ടിയോ? ചുമ്മാ ഒരു ഇൻട്രസ്റ്റ്, സയൻസിന്റെ ലോകമല്ലേ എന്നറിഞ്ഞിരിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് ഇത് ചുരുങ്ങും. അപ്പോൾ നമ്മൾ ഇന്ന് അധികം ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഇന്ന് ലിമിറ്റ് ചെയ്യുകയാണ്. ബോർ കോൺസെപ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബോറിന്റെ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മെറിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി ഈ ഇക്വേഷനും കൂടി പഠിക്കുക. അടുത്ത ദിവസം നമുക്ക് അടുത്ത ആറ്റം മോഡലാണ് നിങ്ങൾ സ്കൂളിൽ പഠിക്കാത്ത മോഡലിലേക്ക് പോണത്. ആ മോഡലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബോറിനെ കുറച്ച് ചീത്ത വിളിക്കണം. ഈ ബോറിന്റെ പ്രശ്നം, ബോറിന്റെ തിയറി തെറ്റുണ്ടെന്ന് പറയണമല്ലോ. അതിന് നമുക്ക് 1-2 കോൺസെപ്റ്റുകൾ കൂടി പഠിച്ചിട്ട് അടുത്ത തിയറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് നിങ്ങൾ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ ഒത്തിരി സങ്കീർണമായിട്ട് തോന്നും. ഞാൻ അതിനെ വളരെ പരിമിതപ്പെടുത്തി നിങ്ങൾ പഠിക്കാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ തരുന്ന നോട്ടുകൾ എഴുതി വൃത്തിയായി പഠിച്ച് ശ്രദ്ധയോടെ അടുത്ത ക്ലാസ്സിലേക്ക് വരണം കേട്ടോ. എല്ലാവർക്കും ബൈ. നന്നായിരിക്കുക. ബി സേഫ്. ഓക്കെ, ബൈ.